എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്. ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. 2018 ഫെബ്രുവരി 18 പുറത്തിറങ്ങിയ കേരള ഭാഷാ പ്രതിജ്ഞയിലൂടെ നമ്മോട് പറഞ്ഞതുപോലെ മലയാള ഭാഷയുടെ ചരിത്രവും ഭാവിയുമായി തീരുകയായിരുന്നു എം.ടി. വാസുദേവൻ നായർ എന്ന വ്യക്തിപ്രഭാവം. മലയാളത്തിൻ്റെ മഹാനായ ജനപ്രിയനായ എഴുത്തുകാരിലൊരാളാണ് എം.ടി. വാസുദേവൻ നായർ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്നാണ് മുഴുവൻ പേര്. 1933 ജൂലൈയിൽ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ എം.ടിയുടെ നോവലുകളുണ്ട്. ഏറ്റവും മികച്ച തിരക്കഥകളിൽ എം.ടിയുടെ തിരക്കഥകളുണ്ട്. ഏറ്റവും മികച്ച പത്രാധിപരിൽ ഒരാളാണ് അദ്ദേഹം. കഥകൾ, നോവലുകൾ, തിരക്കഥകൾ, സംവിധാനം ചെയ്ത സിനിമകൾ, നാടകം, ബാലസാഹിത്യം, ചലച്ചിത്ര ഗാനരചന, അധ്യാപനം എന്നീ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുള്ള ബഹുമുഖപ്രതിഭയാണ് എം.ടി. അദ്ദേഹം അനാവശ്യമായി പ്രതികരിച്ചില്ല, പ്രസ്താവനകൾ ഇറക്കിയില്ല, അന്തരംഗത്തെ മുഴുവനായും എഴുത്തിലേക്ക് പകർത്തി. എന്നാൽ ആ മൗനം ഒരിക്കലും തെറ്റായില്ല. വാക്കുകളേക്കാൾ ശക്തിയിൽ ആ കഥാപാത്രങ്ങൾ മണ്ണിലേക്കിറങ്ങി വർത്തമാനകാലങ്ങളോട് സംവദിച്ചു. മലയാള സാഹിത്യത്തിൻ്റെ വഴിത്തിരിവുകളായിരുന്നു ആ എഴുത്തുകളിൽ പലതും. കാലത്തിൻ്റെ കൂടിക്കലർപ്പുകളും ജീവിതത്തിൻ്റെ സമസ്യകളും ആത്മനൊമ്പരങ്ങളുടെ പകർത്തെഴുത്തിലൂടെ പിറന്നു വീണു. വൈയക്തികമായ സൂക്ഷ്മ അനുഭവങ്ങളെ യാഥാർത്ഥ്യ പ്രതീതിയുള്ള കഥാപാത്രങ്ങളിലൂടെ കാവ്യാത്മകവും ഭാവഭദ്രവുമായ രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു. സംവേദനക്ഷമത അവയെ ആകർഷകമാക്കി. അതുകൊണ്ട് തന്നെ കാലദേശങ്ങൾക്കതീതമായി വായനക്കാർ എം.ടിയുടെ രചനകളെ ഏറ്റെടുത്തു. താൻ മുൻപെഴുതിയതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നു മാത്രം എഴുതാൻ അദ്ദേഹം സ്വയം ശപഥം ചെയ്തു. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 തവണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യ നോവലായ നാലുകെട്ടിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചലച്ചിത്രത്തിന് 1973 രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. 1995 മലയാളത്തിലേക്ക് ജ്ഞാനപീഠ പുരസ്കാരം എത്തിച്ചത് എം.ടി ആണ്. 1954 ന്യൂയോർക്ക് ഹൊറാൾഡ് ട്രിബ്യൂണിൻ്റെ ഭാഗമായി മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ ലോക ചെറുകഥാ മത്സരത്തിൽ ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള പുരസ്കാരം വളർത്തുമൃഗങ്ങൾക്ക് ലഭിച്ചു. അക്ഷരാർത്ഥത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ എഴുത്തുകാരൻ. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോൾ രക്തം പുരണ്ട മണൽത്തരികൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തിറങ്ങി. ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവൽ നാലുകെട്ടാണ്. ആദ്യ നോവലിനു തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1963, 64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥയെഴുതി എം.ടി ചലച്ചിത്ര ലോകത്തേക്കും പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ നാലുകെട്ട്, പാതിരാവും പകൽ വെളിച്ചവും, N.P. മുഹമ്മദുമായി ചേർന്നെഴുതിയ അറബിപ്പൊന്ന്, അസുരവിത്ത്, മഞ്ഞ്, കാലം, വിലാപയാത്ര, രണ്ടാമൂഴം, വാരണാസി. അദ്ദേഹത്തിൻ്റെ കഥകൾ ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയെടത്തി, വിൽപ്പന, വാരിക്കുഴി, കർക്കിടകം, പതനം, വിത്തുകൾ, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, കുപ്പായം, രക്തം പുരണ്ട മണൽത്തരികൾ, വെയിലും നിലാവും, കളിവീട്, വേദനയുടെ പൂക്കൾ, ഷെർലക്, ഓപ്പോൾ, നിന്റെ ഓർമ്മയ്ക്ക്, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ,
പെരുമഴയുടെ പിറ്റേന്ന്, കൽപ്പാന്തം, കാഴ്ച, ശിലാലിഖിതം. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഓളവും തീരവും, മുറപ്പെണ്ണ്, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, നഗരമേ നന്ദി, അസുരവിത്ത്, പകൽ കിനാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയെടത്തി, ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, എവിടെയോ ഒരു ശത്രു, വെള്ളം, പഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ, അമൃതംഗമയ, ആരൂഢം, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, ഉയരങ്ങളിൽ, അനുബന്ധം, അഭയം തേടി, ഋതുഭേദം, വൈശാലി, സദയം, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, താഴ്വാരം, സുകൃതം, പരിണയം, എന്ന് സ്വന്തം ജാനകിക്കുട്ടി, തീർത്ഥാടനം, പഴശ്ശിരാജ, ഒരു ചെറുപുഞ്ചിരി. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളായിട്ടുള്ള കടവ്, ഒരു വടക്കൻ വീരഗാഥ, സദയം, പരിണയം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 1996 കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി ഡീലിറ്റ് ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2005 പത്മഭൂഷൺ നൽകി ഭാരത സർക്കാർ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, പത്മഭൂഷൺ, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിങ്ങനെ നിരവധി ദേശീയ സംസ്ഥാന അംഗീകാരങ്ങൾക്ക് അദ്ദേഹം അർഹനായി. സാഹിത്യ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. കഥാകൃത്ത് നേരിട്ട് കഥ പറയാതെ കഥാപാത്രങ്ങളിലൂടെ കഥ പറയുന്ന രീതി അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കുന്ന രണ്ടാം ഊഴത്തിലെ ഭീമസേനൻ ഇതിഹാസങ്ങളിൽ നിന്നിറങ്ങി വന്ന് സാധാരണ മനുഷ്യനായി നമ്മളോട് സംവദിച്ചു. ആ സംവാദങ്ങൾ ഏതെങ്കിലും ഒരു കാലത്തിൽ തറഞ്ഞുപോയില്ല. നാലുകെട്ടും അസുരവിത്തും രണ്ടാം ഊഴവും 40 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായ നിർമാല്യം പോലും സമകാലത്തോട് സംവദിക്കുന്നു. വളരണം, വളർന്നു വലുതാവണം, നട്ടെല്ലു നിവർത്തി തല ഉയർത്തി നിൽക്കണം എന്ന് നാലുകെട്ടിലെ അപ്പുണ്ണിയിലൂടെ അദ്ദേഹം നമ്മോട് പറയുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന ഈ നൂറ്റാണ്ടിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതു തന്നെ മഹാഭാഗ്യം. അസുരവിത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാനായി ഞാൻ യാത്രയാരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹം മാത്രമേ വിട പറഞ്ഞിട്ടുള്ളൂ. നിളയുടെ കഥാകാരൻ്റെ ആ ആത്മചൈതന്യം വാക്കുകളായി നമ്മിലെല്ലാം നിറഞ്ഞു പ്രകാശിക്കുന്നു.